നമ്മുടെ കൂടെ അതിഥിയായി എത്തിയിരിക്കുന്നത് ശ്രീ വിനോദ് കോവൂരാണ്. വിനോദേട്ടനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ ബിഗ് സ്ക്രീനിലും മിനി സ്ക്രീനിലുമൊക്കെ നമുക്ക് സുപരിചിതനായ ഒരു കലാകാരനാണ്. നമുക്ക് വിനോദേട്ടൻ്റെ കഥകളിലേക്ക് പോവാം. എന്തൊക്കെയാണ്, സുഖമല്ലേ? സുഖമായിരിക്കും. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഏകദേശം 23 വർഷത്തോളമായി. എന്ത് തോന്നുന്നു? 23 വർഷമായിട്ട് 23 വർഷമല്ല, ശരിക്കും 30 വർഷത്തോളമായി. പക്ഷേ സിനിമയിലൊക്കെ സജീവമാകാൻ തുടങ്ങിയിട്ട് 23 വർഷം. തിരിഞ്ഞു നോക്കുമ്പോൾ സന്തോഷമാണ്. കാരണം നഷ്ടങ്ങളൊന്നുമില്ല എനിക്ക്, ലാഭങ്ങളേ ഉള്ളൂ. ഓരോ വർഷം പുതുവർഷം വരുമ്പോഴും എന്തെങ്കിലും ഒരു പുതുമ ഉണ്ടാവും. ഗ്രാഫ് താഴോട്ട് പോയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. അത് ഈ മേഖലയിൽ അങ്ങനെ നിൽക്കുക എന്ന് പറയുന്നത് വലിയൊരു അത്ഭുതമാണ്. ആണ്. ഇപ്പോൾ മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും ഒക്കെ ആയിട്ട് 23 വർഷം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് തോന്നുന്നു. ഒരുപാട് പ്രതിസന്ധികളൊക്കെ അനുഭവിച്ചിട്ട് ശേഷമാണ് ഇന്ന് ഈ നിലയിലെത്തിയത്. ഇന്ന് വിനോദേട്ടൻ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലൊക്കെ എല്ലാവർക്കും സുപരിചിതനായ ഒരു അയൽവാസിയായിട്ടാണ് തോന്നിയിട്ടുള്ളത്. വിനോദേട്ടന് എന്താണ് ഒരു മാറ്റം തോന്നിയിട്ടുള്ളത്? എന്നിലെ മാറ്റമോ? അല്ല, എനിക്ക് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. എന്നോട് ഈ അടുത്തും എന്നൊരു 13 വർഷങ്ങൾക്ക് മുമ്പ് കണ്ട ഒരാൾ ഇന്നലെ എന്നെ കണ്ടപ്പോൾ വിനോദിന് ഒരു മാറ്റമില്ലല്ലോ, വിനോദ് അങ്ങനെ തന്നെ ഇരിക്കണമല്ലോ എന്ന് പറഞ്ഞപ്പോൾ അത് നമ്മുടെ ശരീരപ്രകൃതി, നമ്മളെ ഭക്ഷണക്രമം, ശരീരം നോക്കുന്നുകൊണ്ടായിരിക്കാം അങ്ങനെ ഇരിക്കുന്നത്. പിന്നെ നമ്മളെപ്പോഴും ഹാപ്പിയാണ്. ഉള്ളിൽ നമുക്ക് എത്ര വിഷമമുണ്ടെങ്കിലും ഞാൻ പുറത്ത് ഹാപ്പി ആയിരിക്കും. നമുക്ക് വ്യക്തിപരമായിട്ട് ഒരുപാട് സങ്കടങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊന്നും എവിടെയും ഞാൻ കാണിക്കാറില്ല. ഞാൻ ചെല്ലുന്ന സ്ഥലത്ത് എല്ലാവരെയും സന്തോഷിപ്പിക്കാനേ ഞാൻ ശ്രമിച്ചിട്ടുള്ളൂ. പലപ്പോഴും പല വിഷമങ്ങളുടെ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് അങ്ങനെ പല സ്ഥലത്തും ഞാൻ പെർഫോം ചെയ്തിട്ടുണ്ട്. അതൊരു കലാകാരൻ്റെ ധർമ്മമാണ്. പ്രത്യേകിച്ചൊരു കോമഡി കലാകാരൻ എന്നൊക്കെ പറയുമ്പോൾ ആളുകൾ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അതാണ്. അവിടെ നമ്മൾ എനിക്കൊരു വിഷമമുണ്ട്, എനിക്കിപ്പോൾ ചിരിപ്പിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പറ്റില്ല. അപ്പം എൻ്റെ കാര്യത്തിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഇനിയും ഒരു ജന്മം ഉണ്ടെങ്കിൽ എനിക്കിതുപോലെ കോഴിക്കോട് നഗരത്തിൽ ജനിക്കണം, ഒരു കലാകാരൻ വിനോദ് കോവൂരിനെ പോലെ ഒരു കലാകാരനായിട്ട് ജീവിക്കണമെന്നേ ആഗ്രഹം. നേരത്തെ പറഞ്ഞ പോലെ ഗുരുവായൂരപ്പൻ കോളേജിലാണ് പഠിച്ചതെന്ന് തോന്നുന്നു അല്ലേ? ഗുരുവായൂരപ്പൻ കോളേജ് വളരെ ഗ്രഹാതുരത്വമായിട്ടുള്ളൊരു സംഭവമാണ് കോഴിക്കോട്ടുകാരെ സംബന്ധിച്ചിടത്തോളം. ഗുരുവായൂരപ്പൻ കോളേജിലെ ഓർമ്മകൾ അല്ലെങ്കിൽ കോളേജിൻ്റെ പ്രാധാന്യം. ഗുരുവായൂരപ്പൻ കോളേജിനെ കുറിച്ച് പറഞ്ഞാൽ നമുക്ക് ഈ ഇൻ്റർവ്യൂവിലൊന്നും നിൽക്കില്ല. 3 വർഷമേ ഞാനവിടെ പഠിച്ചുള്ളെങ്കിലും ഒരു 30 വർഷത്തെ അനുഭവങ്ങളുണ്ട് എനിക്കവിടെ. കാരണം ആ കോളേജിൽ ഞാൻ പഠിച്ചിറങ്ങിയിട്ട് 34 വർഷമായിപ്പോൾ. പക്ഷേ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയതിന് ശേഷമാണ് ഞാൻ ആ കോളേജിൽ ഒരുപാട് പോകാൻ തുടങ്ങിയത്. അത് ശരി. എനിക്ക് ഏറ്റവും ആ കോളേജിനുള്ള കടപ്പാടെന്ന് പറഞ്ഞാൽ എന്നെ ഇപ്പോഴത്തെ വിനോദ് കോവൂർ ആക്കിയത് ആ കോളേജാണ്. അവിടുത്തെ അധ്യാപകരാണ്. അന്ന് കാലത്ത് എൻ്റെ കൂടെ പഠിച്ച എൻ്റെ സുഹൃത്തുക്കളാണ്. അവർ കാരണമാണ് ഞാനിന്നിങ്ങനെ ഒരു വിനോദ് കോവൂരായിട്ട്. അന്ന് ഞാൻ MC ആയിരുന്നു എല്ലാവർക്കും. വിനോദ് കുമാർ MC എന്നായിരുന്നു എൻ്റെ പേര്. അപ്പോൾ എന്നെ കോളേജിൽ എല്ലാവരും MC എന്നാണ് വിളിക്കുക. MC വന്നില്ലേ, MCയോടെ പോയി MC വാ, ഇതായിരുന്നു വിളി. ഇപ്പം അത് മാറി കോവൂര് എന്നായി. പക്ഷേ എനിക്കിപ്പോഴും ഗുരുവായൂരപ്പൻ കോളേജ് ചെല്ലുമ്പോൾ ഞാൻ ആ പഴയ MC ആയിട്ട് മാറണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം ഉണ്ടാവാറ്. പിന്നെ എൻ്റെ ആദ്യത്തെ സിനിമ, ഞാൻ അഭിനയിച്ച ആദ്യത്തെ സിനിമയുടെ ചിത്രീകരണം നടന്നതും എൻ്റെ കോളേജിലാണ്. അതും ഒരു ക്യാമ്പസ് കഥ. ആ കോളേജിലെ വിദ്യാർത്ഥിയായിട്ട് തന്നെ ഞാൻ അഭിനയിക്കണം. അതും വലിയൊരു സംഭവമാണ്. പിന്നെ ഏറ്റവും കൂടുതൽ നന്മ നിറഞ്ഞ കൂട്ടുകാരെ സമ്പാദിക്കാൻ സാധിച്ചതും അവിടെ നിന്നാണ്. കാരണം ഒരു 34 വർഷത്തുള്ള കോളേജ് ജീവിതം എന്നൊക്കെ പറഞ്ഞാൽ വളരെ പവിത്രമായ സ്നേഹബന്ധമായിരുന്നു. ഇന്നത്തെ കുട്ടികളെക്കുറിച്ചൊക്കെ അവിടുത്തെ അധ്യാപകർ പറഞ്ഞു കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് അത്ഭുതം തോന്നും. അന്നൊക്കെ നമ്മളിപ്പോൾ ഒരു അധ്യാപകൻ വരുമ്പോഴേക്ക് നമ്മൾ എണീറ്റ് നിൽക്കും, അല്ലെങ്കിൽ കയ്യിൽ സിഗരറ്റ് ഉണ്ടെങ്കിൽ അത് എങ്ങനെയെങ്കിലുമൊക്കെ ഒളിപ്പിക്കും, അങ്ങനെയൊക്കെ ഒരു പേടി. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതൊന്നുമില്ല, എണീക്കണ പോലും ഇല്ല. ആ പണ്ട് ഞാനൊക്കെ ഉണ്ടായിരുന്ന സമയത്തുണ്ടായിരുന്ന അധ്യാപകർ ഇപ്പോൾ ഒരു 8 വർഷം മുമ്പ് അവിടെ ഉണ്ടായിരുന്നു. അവരൊക്കെ ഞങ്ങളോട് പറയുന്ന ചില കാര്യങ്ങൾ കേട്ടാൽ നിങ്ങളൊക്കെ പഠിച്ചിരുന്ന കാലമായിരുന്നു വിനോദ കോളേജിൻ്റെ സുവർണ്ണ കാലഘട്ടം എന്ന് പറയുമ്പം നമുക്കുണ്ടാകുന്നൊരു അഭിമാനമുണ്ട്. സത്യമാണ്. 86 മുതൽ 89 കാലഘട്ടങ്ങളിലാണ് ഞാനവിടെ പഠിച്ചത്. ഈ പഠിച്ച 3 വർഷവും കോളേജ് കലോത്സവത്തിൻ്റെ ട്രോഫി ഞങ്ങൾ കൊണ്ടുവരും. ഗുരുവായൂരപ്പൻ കോളേജിനുള്ളതാണ് ആ ട്രോഫി. 3 വർഷം തുടർച്ചയായിട്ട് ഇൻ്റർസോൺ ബിസോൺ കലോത്സവത്തിലെ ട്രോഫി ഞങ്ങൾ കൊണ്ടുവരികയാണ്. അതൊക്കെ വലിയ സന്തോഷമുള്ള കാര്യമായിരുന്നു. കാരണം ഇത്രയും കോളേജുകളായിട്ട് മത്സരിച്ചിട്ടില്ല ഞങ്ങൾ ഈ ട്രോഫി കൊണ്ടുവരുന്നത്. അപ്പോൾ അന്ന് മിമിക്രി മത്സരം, മോണോ ആക്ട് മത്സരം, നാടകം, ഡാൻസ്, സംഗീതം എല്ലാത്തിലും ഞാനുണ്ട്. ഞാനില്ലാത്ത സംഭവമില്ല. ഒപ്പനയിൽ വരെ ഞാൻ കളിക്കും. അതിനൊക്കെ കോളേജിന് ഒരു ഗ്രൂപ്പ് ഐറ്റത്തിൽ
ഫസ്റ്റ് കിട്ടുമ്പോൾ 10 പോയിൻ്റാണ് കിട്ടണത്. അങ്ങനെ ആ കോളേജിന് ഒരുപാട് വളക്കൂറുള്ള, പിന്നെ എന്നെ ഒരു സോഷ്യൽ വർക്കറാക്കിയതും ആ കോളേജാണ്. ആ കോളേജിൽ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് NSSൽ അംഗമാവുന്നത്, നാഷണൽ സർവീസ് സ്കീമിൽ. അതും വലിയൊരു അനുഭവമായിരുന്നു. കാരണം നമുക്കിപ്പോൾ കോളേജിലൊക്കെ പഠിക്കുന്ന കാലത്ത് ഡിസംബറിൽ ഒരു 10 ദിവസമാണ് നമുക്കൊരു ഒരു അവധി കിട്ടുന്നത്. പക്ഷേ ആ അവധി 10 ദിവസവും NSSൽ ചേർന്നൊരു കുട്ടിക്ക് അവധിയില്ല. അവർ 10 ദിവസം ക്യാമ്പുകളിലാണ്. അത് വയനാട്ടിലും ഏതെങ്കിലും ആ ഡിസംബറിലെ തണുപ്പിലാണ്, കൊടും തണുപ്പിലൊക്കെയാണ് നമ്മൾ വയനാട്ടിൽ പോയിട്ട് റോഡൊക്കെ വെട്ടിക്കൊടുത്ത ഒരു കാലം. ആ NSS കുട്ടികളുടെ ഒരു കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കൂട്ടായ്മയായിരുന്നു. ഞങ്ങളിപ്പോഴും പറയണം, മനസ്സ് നന്നാവട്ടെ, മതം ഏതെങ്കിലും ആകട്ടെ, മാനവകൃത്തിൻ ചില്ലയിൽ ഒരു മാമ്പു വിരിയട്ടെ. ഇത്ര മനോഹരമായൊരു വാക്കാണ് അല്ലേ? ഇതായിരുന്നു NSSൻ്റെ ഗീതം. അപ്പം ആ കോളേജിലെ ആ 3 വർഷത്തെ NSSലെ അംഗമായതുകൊണ്ടാവാം എൻ്റെ ഉള്ളിലൊരു സോഷ്യൽ വർക്കറും ഉടലെടുത്തു. അതിന് ആ കോളേജിലെ ഈ അടുത്ത കാലത്ത് മരണപ്പെട്ട ശോഭീന്ദ്രൻ മാഷെ ഞാൻ ഒരുപാട് പേര് പറയാതിരിക്കാൻ പറ്റാത്ത ആളാണ്. ഒരു പച്ചയായ മനുഷ്യൻ, പച്ചപ്പിന് വേണ്ടി ജീവിച്ചൊരു മനുഷ്യൻ, എൻ്റെ നാട്ടുകാരനും കൂടിയാണ്, കക്കോടിയാണ്. അപ്പോൾ ആ മനുഷ്യൻ്റെ മനസ്സിലൊക്കെ എനിക്ക് വലിയ സ്ഥാനമായിരുന്നു. കാരണം അദ്ദേഹം എന്നെ പഠിപ്പിച്ചിട്ടില്ല കോളേജിൽ, അദ്ദേഹത്തിൻ്റെ വിഷയമല്ല ഞാൻ പഠിച്ചിരുന്നത്. പക്ഷേ അദ്ദേഹം ആ കോളേജിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപകനായിരുന്നു. അത് കോളേജ് കാലം കഴിഞ്ഞിട്ടും ചില ചടങ്ങുകളിലൊക്കെ ഞാൻ അതിഥിയായിട്ട്, ഞാൻ ഉദ്ഘാടകനായിട്ട് വരുമ്പം അവിടെ സാറ് ആശംസ പറയാനുണ്ടാവും. അപ്പോൾ എനിക്കത് ഭയങ്കര കുറ്റബോധമാണ്. അയ്യോ, എൻ്റെ ഗുരുനാഥൻ ആശംസ പറയാനും ഞാൻ ഉദ്ഘാടകനായിട്ട് ഇരിക്കാമെന്നൊക്കെ പറഞ്ഞാൽ. പക്ഷെ അദ്ദേഹം പറയും, വിനോദ്, നീ അതിന് ആപ്റ്റാണ്, നീ പഴയ വിനോദല്ല, നീ ഇപ്പോൾ കോവൂരാണ്, ലോകമറിയപ്പെടുന്ന കലാകാരനാണെന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷമുണ്ട്. അപ്പോൾ അദ്ദേഹമാണ് ശരിക്കും സോഷ്യൽ വർക്കിൽ മരം നടണം. നമ്മളിപ്പം റോഡരികിൽ ബസ് കാത്ത് നിൽക്കുമ്പോൾ, ഒരു ബസ് സ്റ്റോപ്പിൽ ബസ് കാത്ത് നിൽക്കുന്നതും ഒരു മരച്ചോട്ടിൽ ബസ് കാത്ത് നിൽക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അങ്ങനെ മരത്തിൻ്റെ പച്ചപ്പിൻ്റെ ഒരുപാട് പ്രത്യേകതകൾ നമ്മളെ പഠിപ്പിച്ചൊരു മനുഷ്യൻ അദ്ദേഹമായിരുന്നു. അദ്ദേഹത്തെ പറ്റി ഓർക്കുമ്പോൾ പച്ച മനുഷ്യൻ, പച്ച വസ്ത്രം, പച്ച ബൈക്ക്, പച്ച തൊപ്പി, അദ്ദേഹം ഒരു വല്ലാത്തൊരു മനുഷ്യൻ തന്നെയായിരുന്നു. പിന്നെ ഒരുപാട് ടീച്ചർമാരുണ്ട്, എടുത്ത് പറഞ്ഞ ചില ടീച്ചർമാർക്കൊക്കെ വിഷമമുണ്ട്, എല്ലാവരും ഇപ്പോൾ എടുത്ത് പറയുന്നില്ല. എല്ലാവരും ഇപ്പോൾ സാധാരണ നമ്മുടെ കോളേജിലൊക്കെ പഠനം കഴിഞ്ഞാൽ ടീച്ചേഴ്സൊക്കെ നല്ല ഉദ്യോഗം കിട്ടട്ടെ എന്നല്ല പറയുക. എന്നോട് ടീച്ചർമാരൊക്കെ പറഞ്ഞത്, വിനോദ് നടനാവണം കേട്ടോ. എന്നോടൊരു ജോലി സമ്പാദിക്കണം ഒരു ടീച്ചർമാരും പറഞ്ഞിട്ടില്ല. വിനോദ് നടനാവണം, ഞങ്ങൾക്ക് കാണണം. ഈ കോളേജ് കാലഘട്ടത്തിലൂടെ ആയിരിക്കും അല്ലേ നാടകത്തിലേക്കും മറ്റും എത്തിപ്പെട്ടത്? ആ ഒരു പശ്ചാത്തലം ഒന്ന് പറയാം. അതെ, കോളേജ് നാടകത്തിൽ ഞാൻ ചെറുപ്പം മുതലേ ഉണ്ട്. ഞാൻ എൻ്റെ ഏറ്റവും ചെറിയ പ്രായത്തിൽ 5ലും 6ലൊക്കെ പഠിക്കുന്ന സമയത്ത് വളരെ പ്രശസ്തമായ നാടകങ്ങളിൽ ബാലതാരമായിട്ട് അഭിനയിക്കാനുള്ള ഭാഗ്യം എനിക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട്. സ്റ്റേറ്റ് ലെവലിൽ മികച്ച ബാലതാരത്തിനുള്ള അവാർഡ്. അപ്പോൾ അതെൻ്റെ അച്ഛൻ ഒരുപാട് നാടകക്കാരുമായിട്ട് വലിയ ബന്ധമുള്ള ഒരാളായിരുന്നു. KPSC ആയിട്ടും അച്ഛന് വലിയ ബന്ധമായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ നന്നായിട്ട് സ്കൂളിലൊക്കെ പെർഫോം ചെയ്യുമെന്ന് കണ്ട അച്ഛൻ പല സംവിധായകരെടുത്തും എൻ്റെ മകൻ അത്യാവശ്യം അഭിനയിക്കും, അവനെ നാടകത്തിലൊക്കെ വല്ല ബാലതാരത്തിൻ്റെ വേഷം ഉണ്ടെങ്കിൽ കൊടുക്കണം. അങ്ങനെ ഒരു നാടകത്തിൽ അഭിനയിച്ച് കഴിഞ്ഞപ്പോഴേക്ക് പിന്നെ ഇങ്ങനെ അവസരങ്ങൾ കിട്ടാൻ തുടങ്ങി. അങ്ങനെ ഒരു 4-5 നാടകങ്ങളിൽ ഞാൻ ബാലതാരമായിട്ട് അഭിനയിച്ചു. അപ്പം അന്ന് എനിക്ക് നാടകത്തോട് ഭയങ്കര ക്രേസാണ്. അപ്പം അന്നൊക്കെ എൻ്റെ കൂടെ അഭിനയിക്കുന്ന നമ്മുടെ സുധീഷിൻ്റെ അച്ഛൻ, നടൻ സുധീഷിൻ്റെ അച്ഛൻ സുധാകരേട്ടൻ്റെ പേരക്കുട്ടിയായിട്ടൊക്കെ ഞാൻ അഭിനയിച്ചൊരു നാടകമുണ്ട്. അപ്പോൾ അതൊക്കെ സുധാകരേട്ടൻ്റെ അഭിനയം, അദ്ദേഹമൊക്കെ ആ ഒരു മുത്തച്ഛനായിട്ട് അഭിനയിക്കുന്നൊരു ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. അതൊക്കെ കണ്ടിട്ടാണ് ഞാൻ അഭിനയത്തോടുള്ള വല്ലാത്തൊരു ക്രേസ് ഉണ്ടായത്. പിന്നെ അത് സ്കൂൾ നാടകങ്ങൾ 10ാം ക്ലാസ്സൊക്കെ എത്തിയപ്പോഴേക്ക് ഞാൻ തന്നെ നാടകങ്ങൾ ഡയറക്റ്റ് ചെയ്യുക, മറ്റുള്ള കുട്ടികളെ വിളിച്ചു വരിക. എനിക്കറിയാം, കാരണം എനിക്കിങ്ങനെ ഒരു അനുഭവ സമ്പത്തുണ്ടല്ലോ. അപ്പോൾ ഞാൻ ഇഷ്ടമുള്ള കുട്ടികളെയൊക്കെ വിളിച്ചു വരിക, ഞാൻ തന്നെ നാടകം സംവിധാനം ചെയ്ത് നാടകം സ്കൂളിൽ അവതരിപ്പിക്കും. ബെസ്റ്റ് നാടകമാവും, ഞാൻ ബെസ്റ്റ് ആക്ടറാവും. കോളേജിലെത്തിയപ്പം ഇത് തന്നെ. പിന്നെ നമ്മുടെ കോഴിക്കോട് കേരളോത്സവം അന്നൊക്കെ ഭയങ്കര മത്സരമാണ്, കേരളോത്സവ മത്സരം. കേരളോത്സവത്തിലെ ഏറ്റവും വലിയ മത്സരം എന്ന് നാടക മത്സരമാണ്. 18 നാടകങ്ങളുണ്ടാവും മത്സരിക്കാൻ, ഒക്കെ ഘനഗംഭീര നാടകങ്ങളാണ്. അപ്പോൾ ഈ കേരളോത്സവ നാടക മത്സരങ്ങളിൽ തുടർച്ചയായിട്ട് 4 വർഷം ഞാൻ ബെസ്റ്റ് ആക്ടറായിരുന്നു, തുടർച്ചയായിട്ട്. അത് ജാലകം, മഴ തന്നെ മഴ, പകർന്നാട്ടം, അവസാന ചുംബനം, ഇങ്ങനെ 4 നാടകങ്ങൾ. 4ഉം കോഴിക്കോടുള്ള പ്രശസ്തരുടെ നാടകമാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ഭയങ്കര മോട്ടിവേഷൻ ഉണ്ടാക്കിയായിരുന്നു. 4 വർഷമൊക്കെ തുടർച്ചയായിട്ട് നമുക്ക് ബെസ്റ്റ് ആക്ടർ കിട്ടുകയെന്ന് പറയുമ്പം അത് വലിയൊരു എന്തൊരു ദൈവ ഇതാണ് എന്ന് മനസ്സിലാക്കി.
നാടകം ലഹരിയായി. പിന്നെ അങ്ങനെ പല സ്ഥലങ്ങളിലും നാടകങ്ങൾ അഭിനയിക്കാൻ പോയി. നാടക പരിശീലന കളരി സംഘടിപ്പിക്കും, കുട്ടികളെ പഠിപ്പിക്കുന്ന നാടകം, അങ്ങനെയായി. പിന്നെ നാടകത്തിൽ നിന്ന് വരുമാനം കുറഞ്ഞു വന്നൊരു സമയത്താണ് മിമിക്രിയെക്കുറിച്ച് ചിന്തിക്കുന്നത്. മിമിക്രിയിലും എനിക്ക് ഒരുപാട് സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട്, മോണോ ആക്ടിലും മിമിക്രിയിൽ. അപ്പോൾ എന്തുകൊണ്ടൊരു മിമിക്സ് ട്രൂപ്പ് തുടങ്ങിക്കൂടാ? അന്നൊക്കെ കൊച്ചിയിലാണ് മിമിക്രി, കലാഭവൻ, അങ്ങനെയുള്ള കുറേ, കോഴിക്കോടൊന്നും അങ്ങനെ വലിയൊരു സംഭവമില്ല. അങ്ങനെ ഞാൻ ഒരു മിമിക്രി ട്രൂപ്പ് തുടങ്ങി, ടോം ആൻഡ് ജെറി. ടോം ആൻഡ് ജെറി തുടങ്ങിയപ്പം അതിന് പേരിട്ട ഞാൻ തന്നെയാണ്. കാരണം ഈ ടോം ആൻഡ് ജെറിയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ചിരിപ്പിക്കുന്ന ഒരു രണ്ട് കഥാപാത്രം, ടോമും ജെറിയും. അപ്പോൾ അതിൽ അങ്ങനെയാണ് ഞങ്ങൾ തുടങ്ങി വെച്ചത്. ഞാൻ ജെറിയായിട്ടും ടോമായിട്ടും ഒരാളായിട്ടാണ് ഈ ടോം ആൻഡ് ജെറി തുടങ്ങിയത്. പിന്നീട് അതൊന്ന് വിപുലപ്പെടുത്തി. അപ്പം ഞങ്ങൾ കോമഡി ചെയ്യാൻ ഒരു 4 പേര്, പാട്ട് പാടാൻ ഒരാൾ, ഡാൻസ് ചെയ്യാൻ ഒരാൾ, അങ്ങനെ 6 പേരുള്ള ട്രൂപ്പാക്കി. അപ്പോൾ 2 മണിക്കൂർ ഷോ ചെയ്യാം. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ടോം ആൻഡ് ജെറി പ്രോഗ്രാം ചെയ്തു. അപ്പോൾ പൈസ വരാൻ തുടങ്ങി കയ്യിൽ. നാടകത്തിൽ നിന്ന് നമുക്ക് കയ്യിൽ നിന്ന് കാശ് അങ്ങോട്ട് പോവുക ചെയ്യും. പക്ഷേ മിമിക്രിയിൽ നമുക്ക് വരുമാനം തുടങ്ങി. അങ്ങനെ നാടകത്തെ തൽക്കാലം ഒന്ന് മാറ്റി നിർത്തിയ, നാടകത്തോട് പ്രണയമൊക്കെ ഉണ്ട്, ഇഷ്ടമൊക്കെ ഉണ്ടെങ്കിൽ പോലും ജീവിക്കാൻ, കാരണം പ്രായമില്ലേ, 10, 24, 25 വയസ്സ്, 26 വയസ്സൊക്കെ നമ്മൾ വീട്ടിലേക്ക് നിന്ന് കൊണ്ടുവരണ്ടേ. അങ്ങനെ മിമിക്രിയിലൂടെ അവസരങ്ങൾ വരാൻ തുടങ്ങിയപ്പോൾ മിമിക്രിയിൽ സജീവമായി. അപ്പോഴേക്ക് ചാനലുകൾ വന്നു, ദൂരദർശൻ വന്നു, ദൂരദർശനിൽ പ്രോഗ്രാം ചെയ്തു, ഏഷ്യാനെറ്റ് വന്നു, സൂര്യ വന്നു, അമൃത വന്നു, കൈരളി വന്നു. എല്ലാ ചാനലുകളിലും 3, 4, 5 പ്രോഗ്രാം ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായി. ഏറ്റവും ഒടുവിൽ വന്ന മീഡിയ വണ്ണിലാണ് എൻ്റെ സൂപ്പർ ഹിറ്റ് പ്രോഗ്രാം ഉണ്ടായത്. അതാണ് യാത്ര. ഓക്കെ. ഈ കോഴിക്കോട് പശ്ചാത്തലമായിട്ട് നാടകത്തിൽ സജീവമാകുമ്പോൾ ഒരുപാട് നാടകാചാര്യന്മാർ വന്ന ഒരു സ്ഥലമാണ് കോഴിക്കോട്. അവരുടെ കൂടെയൊക്കെ ഉണ്ടായ അനുഭവ സമ്പത്തും ഒരുപാട് ഉണ്ട്. ഇപ്പം നമ്മളെ കൂളൂർ മാഷ് ഒരു കാലത്ത് ഭയങ്കര സൗഹൃദമായിരുന്നു. കൂളൂർ മാഷ് കുറേ നാടകങ്ങളിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ വിജയൻ വി നായർ, അദ്ദേഹം എൻ്റെ ഗുരുസ്ഥാനീയനാണ്. സുരേഷ് കുമാർ, ശാന്തകുമാർ, ഇവരെല്ലാവരും നാടകത്തിനെ, പിന്നെ അതിനു മുമ്പ് ഞാൻ കുട്ടിക്കാലത്ത് അഭിനയിച്ച സമയത്ത് സലാം പള്ളിത്തോട്ടം എന്നൊരു സംവിധായകൻ, ജയപ്രകാശ് കാര്യാൽ, ഇവരൊക്കെ ഉണ്ടായിരുന്നു. ഇവരൊക്കെ നാടകക്കാരാണ്. അപ്പോൾ അത്രയും നാടകത്തെ സ്നേഹിക്കുന്ന ഒരു നാടാണ് കോഴിക്കോട്. പ്രത്യേകിച്ച് ഒരുപാട് കലാകാരന്മാർ, അതെ അതെ, പലരും സിനിമയിൽ എത്തിപ്പെട്ട കുറേ ആളുകൾ. ഈ നാടകത്തിലൂടെയാണ് സിനിമയിൽ എത്തിപ്പെട്ടത്. ജോയ് മാത്യു ചേട്ടൻ, പപ്പു ചേട്ടൻ, പിന്നെ ഐ വി ശശി സാറ്, ഒരുപാട് പേര് കോഴിക്കോട് ബേസ് ആയിട്ട്, നെല്ലിക്കോട് ഭാസ്കരൻ, കുഞ്ഞാണ്ടി, എല്ലാവരും. അപ്പോൾ ആ മേഖലയിൽ അവസാനത്തെ ഒരു കണ്ണിയായിട്ട് ഞാനും. ഇപ്പം എൻ്റെ കൂടെ മിമിക്രി ടോം ആൻഡ് ജെറിയിൽ ഉണ്ടായിരുന്ന ഒരാളും നാടകമായിട്ടൊന്നും ബന്ധമില്ല അവർക്കൊന്നും. അവരൊക്കെ നേരിട്ട് അവർ മിമിക്രിയിലേക്കും കോമഡിയിലേക്കും വന്നവരാണ്. എനിക്ക് അപ്പോഴും ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട് ഈ കാര്യത്തിൽ. അതുകൊണ്ടാണ് ഈ നാടകവും മിമിക്രിയും മോണോ ആക്റ്റും ഒക്കെ ഉള്ളതുകൊണ്ടാവാം എനിക്ക് മറിമായത്തിലേക്ക് അവസരം വന്നത്. കാരണം മറിമായത്തിലേക്ക് വിനോദേട്ടൻ എങ്ങനെ എത്തിപ്പെടുന്നു? മറിമായത്തിലേക്ക് ഞാൻ എത്തിപ്പെടുന്നത് അമൃത ടി.വിയിൽ ഒരു റിയാലിറ്റി ഷോ ഉണ്ടായിരുന്നു, സൂപ്പർ ടാലൻറ്റ്. നമ്മൾ ഒറ്റയ്ക്ക് പെർഫോം ചെയ്യണം. അതിൽ ഞാൻ എൻ്റെ ഒരുപാട് ഏകാഭിനയങ്ങൾ പെർഫോം ചെയ്തു. അവിടെ ഭയങ്കര താരമായി ഞാൻ. എല്ലാവർക്കും, അത് ജഡ്ജസൊക്കെ സിനിമാ താരങ്ങളായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ എന്നെ ഭയങ്കര കാര്യമായി. അപ്പോൾ അന്ന് അതിൻ്റെ പ്രൊഡ്യൂസറായിരുന്ന ഒരു ഉണ്ണികൃഷ്ണൻ സാറ്, അദ്ദേഹം ആ പ്രോഗ്രാം കഴിഞ്ഞപ്പം എന്നെ ഭയങ്കര എന്നോട്, വിനോദേ, ഞാൻ ഇവിടുന്ന് വിടും, പുതിയൊരു ചാനൽ വരുന്നുണ്ട് മനോരമയിൽ. അപ്പോൾ അവിടെ ഞാൻ പുതിയൊരു പ്രോഗ്രാം തുടങ്ങുന്നുണ്ട്, സറ്റയറാണ്. അപ്പോൾ ഞാൻ വിനോദിനെ എപ്പോഴേ ഞാൻ ബ്ലോക്ക് ചെയ്യാണ്. വിനോദ് എൻ്റെ കൂടെ ഉണ്ടാവണം. എനിക്ക് ഓരോ ജില്ലയിൽ നിന്നും ഓരോ താരങ്ങളെടുത്ത് ഓരോ ജില്ലയിലെ ഭാഷകൾ കൂടി സമ്മേളിക്കുന്നൊരു പ്രോഗ്രാമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കോഴിക്കോടൻ ഭാഷയുടെ പ്രതിനിധിയായിട്ട് വിനോദായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് മറുമായത്തിലേക്ക് വരുന്നത്. മറുമായം തുടങ്ങുന്നത് എൻ്റെ എപ്പിസോഡിലാണ്. എൻ്റെ മുഖത്ത് ക്യാമറ വെച്ചുകൊണ്ടാണ് മറുമായത്തിൻ്റെ ആദ്യത്തെ എപ്പിസോഡ് ഷൂട്ട് ചെയ്യുന്നത്, അതും 16 വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം എനിക്കുണ്ട്. ആദ്യമായിട്ട് മറുമായത്തിലേക്ക് സെലക്ട് ചെയ്യുന്നതും ആദ്യമായിട്ട് എൻ്റെ മുഖത്ത് ക്യാമറ വെക്കണം എന്നുള്ളത് വലിയൊരു സന്തോഷമാണ്. പിന്നെ അതിൻ്റെ ഒരു ജൈത്രയാത്രയായിരുന്നു. അപ്പം ഈ മറുമായത്തിൽ വന്ന ഞങ്ങളെല്ലാവരും ഒരു പ്രത്യേക ടാലൻ്റുള്ള ആൾക്കാരാണെന്ന് പറയാം. കാരണം മറുമായത്തിൽ വന്നിട്ട് ഞങ്ങളുടെ ഡയറക്ടർക്ക് ഇഷ്ടപ്പെടാതെ പോയ കുറേ ആൾക്കാരുണ്ട്. കാരണം അവർക്ക് ആ മറുമായത്തിൻ്റെ മീറ്റർ അറിയില്ല എന്നാണ് പറയാം. മറുമായത്തിൻ്റെ ഒരു പ്രത്യേക മീറ്ററാണ്. അത് സിനിമാഭിനയമല്ല, സീരിയലും അല്ല, നാടകമല്ല, ഇതിൻ്റെ മൂന്നിൻ്റെ ഇടയിലുള്ള ഒരു സംഭവമാണ് ഈ മറുമായ എന്ന് പറഞ്ഞാൽ.
അവിടെ പ്രോംപ്റ്റിംഗ് ഇല്ല, നമ്മൾ സ്വന്തം പഠിച്ച് ഇമ്പ്രവൈസ് ചെയ്ത് പറയണം. അതൊക്കെയാണ് അവിടുത്തെ രീതി. അപ്പോൾ ആ രീതിയിലേക്കൊക്കെ പെട്ടെന്ന് എനിക്ക് അവരായിട്ട് മിങ്കിളാവാൻ പറ്റി. പിന്നെ ഞങ്ങളെല്ലാവരും ചേർന്നൊരു വല്ലാത്തൊരു കെമിസ്ട്രി ഉണ്ടായി. ആ കെമിസ്ട്രി വന്നതോടെ പിന്നെ ഞങ്ങൾക്ക് ഭയങ്കര അനായാസമായിട്ട് ഭയങ്കര കോൺഫിഡൻസോടെ അഭിനയിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ഏത് കഥാപാത്രത്തിൽ കിട്ടിയാലും ധൈര്യമായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു. പിന്നെ കുറേ സ്ക്രിപ്റ്റുകളും ഞാൻ എൻ്റെ ഭാവനയിൽ നിന്ന് വന്നിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പ്രോഗ്രാം ഇന്ന് വേൾഡ് വൈഡ് ആരാധകരുള്ള ഒരു 16 വർഷമായിട്ട് 940ഓളം കഥാപാത്രങ്ങൾ അതിനകത്ത് ചെയ്യാൻ സാധിച്ചു എന്നൊക്കെ പറഞ്ഞ് വലിയൊരു ഭാഗ്യമല്ലേ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മറുമായത്തിൻ്റെ ഓരോ എപ്പിസോഡും ഞങ്ങൾക്ക് സിനിമയാണ്. കാരണം സിനിമാ താരങ്ങളെല്ലാവരും ഞങ്ങളെ കാണുമ്പോൾ മറുമായത്തിൻ്റെ വിശേഷങ്ങളാണ് ചോദിക്കുന്നത്. മമ്മൂക്കയായാലും ലാലേട്ടനായാലും എല്ലാവരും മറുമായത്തിൻ്റെ ഏതെങ്കിലും ഒരു എപ്പിസോഡിനെ കുറിച്ച് പറയും, ഡിസ്കഷനാവും. അത് വലിയൊരു ഭാഗ്യമാണ്. അപ്പോൾ ആ ഭാഗ്യത്തിലും പങ്കാളിയാവാൻ സാധിച്ചു. അതുപോലെ എനിക്ക് ഒരു പൊന്തൂവലുണ്ടാക്കി തന്ന പ്രോഗ്രാമാണ് മൂസ. ഇന്നും ഇപ്പോൾ ഞാനിപ്പോൾ ഇൻ്റർവ്യൂവിന് വരുമ്പോൾ ഞാൻ ഒരു കടയിൽ ചായ കുടിക്കാൻ കയറി, ഒരു ഹോട്ടലിൽ. അപ്പോൾ അവിടുന്ന് ഒരു 3 ഫാമിലി എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുകയാണ്, മൂസ ഇനിയും തുടങ്ങും. അവർക്കൊക്കെ അത്രയും ആകാംക്ഷയാണ് ഇനിയും മൂസയെ കാണണം. കാരണം ആ പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്തിട്ട് 8 വർഷമായി. മീഡിയ വൺ ആ പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്തിട്ട് 8 വർഷമായി. ഇന്നും ജനങ്ങളുടെ മനസ്സിന്ന് മൂസ എന്ന കഥാപാത്രം മാഞ്ഞിട്ടില്ല. ഞാൻ എവിടെ പോയാലും ആളുകൾ എന്നെ മൂസ എന്നാണ് വിളിക്കുന്നത്. വിനോദെന്ന് വിളിക്കുന്നത് വളരെ കുറവാണ്. അതല്ലെങ്കിൽ മൊയ്തുക്കാന്ന് വിളിക്കും. മറുമായത്തിൽ മൊയ്തുവാണ്. ഈ 2 പേരിലാണ് ഇപ്പോൾ ഞാൻ അറിയപ്പെടുന്നത്. തിരിച്ചു വരാനൊരു സാധ്യതയുണ്ടോ മൂസ? ഇല്ല, ഇനി സാധ്യതയില്ല. കാരണം സുരഭി ലക്ഷ്മി ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും മികച്ച നടിയായിട്ട് മാറിയ ഒരു അഭിനേത്രിയാണ്. അവരിനിയും ഒരു സീരിയലിലേക്ക് വിളിക്കാമെന്ന് പറഞ്ഞാൽ അത് വിളിക്കുന്നതും ശരിയില്ല, അവർ വരുന്നതും ശരിയില്ല. അതുകൊണ്ട് സ്വരം നന്നാകുമ്പോൾ പാട്ട് നിർത്താവുന്ന രീതിയിൽ ആ പരിപാടി നിന്നതാണ്. എനിക്കിപ്പോഴും ആഗ്രഹമുണ്ട് കേട്ടോ. എന്നോട് ഒരു പ്രൊഡ്യൂസർ ചോദിച്ചിരുന്നു, നമുക്ക് സുരഭിക്ക് പകരം മറ്റൊരു ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു ലേഡിയെ കൊണ്ടുവന്ന വിനോദ് അഭിനയിക്കുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാറേ അത് നടക്കില്ല. കാരണം കാണുന്ന പ്രേക്ഷകർ സുരഭിനായിട്ടാണ് ഈ പുതിയ ഫീമെയിലിനെ കമ്പയർ ചെയ്യുക. ആ കമ്പാരിസണിൽ എന്തെങ്കിലും ഒരു ഫാൾട്ട് വന്നാൽ ആ പ്രോഗ്രാം ചളവാകും. അപ്പോൾ അതുകൊണ്ട് വേണ്ട എന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്തിയിരിക്കുക. പക്ഷെ അതുപോലത്തെ ഒരു പ്രോഗ്രാം വരണമെന്ന് ഞാൻ വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ജനകീയമായിരുന്നു ആ പ്രോഗ്രാം. കാരണം അതുവരെ നമ്മൾ കണ്ട സീരിയലിലൊക്കെ പൊങ്ങച്ചങ്ങളുടെ സീരിയലായിരുന്നു. കാരണം ഈ 2 നിലയിലുള്ള വലിയ ടെറസിട്ട വീട്ടിൽ മാത്രമേ കഥ നടക്കുന്നു എന്നുള്ളൊരു ചിന്താഗതി നമ്മുടെ ഇടയിലുണ്ടായി. ഒരു സീരിയലിൽ പോലും നമുക്കൊരു ഓടിട്ട വീടോ ഒരു സാധാരണക്കാരുടെ അനുഭവം പറഞ്ഞിട്ടില്ല. എല്ലാ വീട്ടിലും കാറ്, പത്രാസ്, പട്ടുസാരി എടുത്ത അമ്മ, 10 പവൻ്റെ മാലയൊക്കെ ഇട്ടിട്ട് ചായ ഉണ്ടാക്കി കൊണ്ടുവെക്കുന്ന അമ്മ, അവരുടെ വീട്ടിലെ അവിഹിതം, അവരുടെ വീട്ടിലെ അമ്മായിമ്മ പോരും, ഇതൊക്കെയാണ് നമ്മൾ കേട്ടത്. അപ്പോഴാണ് ജീവിതഗന്ധിയായ ഒരു സാധനം ഇങ്ങോട്ട് വരുന്നത്. 7ാം ക്ലാസ് വരെ പഠിച്ച മീൻകാരൻ നായകൻ, 4ാം ക്ലാസ് വരെ പഠിച്ച പാത്തു നായകി, ഇവരെ ചെറിയൊരു വീട്, ആ വീടും സ്വന്തം വീടല്ല, വാടക വീട്. ഓരോ ദിവസവും നീക്കാൻ പ്രയാസപ്പെടുന്നൊരു ഫാമിലി. തീന്മേശയ്ക്ക് ചുറ്റും ഇരുന്ന് നാളെ എങ്ങനെ ഇലക്ട്രിസിറ്റിയുടെ ബില്ലടയ്ക്കും, നാളെ എങ്ങനെ മോൻ്റെ പരീക്ഷാ ഫീസ് അടയ്ക്കും, നാളെ എങ്ങനെ ഉമ്മാനെ ഡോക്ടറെ കാണിക്കും എന്നുള്ള ആവലാതിയായിട്ട് നടക്കുന്ന ഒരു മൂസ. അപ്പോൾ കണ്ട ജനങ്ങൾ മുഴുവൻ ഇത് ഞങ്ങളുടെ വീട്ടിലെ സംഭവമാണല്ലോ, റിലേറ്റ് ചെയ്തു ആളുകൾ. കാരണം നമ്മുടെ നാട്ടിലെ കേരളത്തിലെ മിക്ക ജനങ്ങളും ഇത്തരക്കാരാണ്, സാധാരണക്കാരാണ്. അവരതിനങ്ങോട്ട് നെഞ്ചോട് ചേർത്തു. വിനോദേട്ടൻ്റെ ലൈഫിലെ ടേണിംഗ് പോയിന്റ് അതാണ്. കാരണം അതൊരു ഹിറ്റ്. കാരണം അതിലൂടെ എനിക്കുണ്ടായ ഭാഗ്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ സുരഭിയും ഞാനും തമ്മിലൊരു കെമിസ്ട്രി വർക്കൗട്ട് ചെയ്തു. ഞാനും സുരഭിയും ഭാര്യ ഭർത്താക്കന്മാരാണോ എന്ന് ചോദിച്ച എത്രയോ ആളുകളുണ്ട്. എന്നോട് സുരഭിയെ കല്യാണം കഴിച്ചുകൂടെയും ചോദിച്ച ആൾക്കാരുണ്ട്. കാരണം അത്രയും മിങ്കിൾ ചെയ്തിട്ടാണ് ഞങ്ങൾ അഭിനയിക്കുന്നത്. പിന്നെ ഏറ്റവും നല്ല കോമഡി പെയറിനുള്ള അവാർഡുകൾ ഞങ്ങൾക്ക് കിട്ടി. അതിനൊക്കെ പുറമെ ലോകം മുഴുവൻ സഞ്ചരിക്കാനുള്ള ഭാഗ്യം. എം.എ.ടി. മൂസ എന്ന് പറഞ്ഞ പ്രോഗ്രാം 4 വർഷം ചാനലിൽ നിന്ന സമയത്ത് ഒരു 60 തവണയെങ്കിലും ഞാനും സുരഭിയും ഗൾഫ് നാടുകളിലേക്ക് മാത്രം പോയിട്ടുണ്ടാവും. അതിന് പുറമെ അമേരിക്ക തുടങ്ങി പല സ്ഥലങ്ങളിലും സന്ദർശിക്കാനുള്ള ഭാഗ്യം. എല്ലായിടത്തും നമുക്ക് ആരാധകരാണ്. അപ്പോൾ അവർ നമ്മളെ കാണുമ്പം അവർക്ക് നമുക്കൊന്ന് ഷൈക്കിൻ്റെ തരാൻ, നമ്മുടെ കൂടെ ഒരു ഫോട്ടോ എടുക്കാൻ, അവരുടെ കുട്ടിയെ എൻ്റെ കയ്യിൽ തന്ന് ആ കുട്ടീനെ ഞാനൊന്ന് എടുക്കാൻ എത്ര ഫാമിലി ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടാണ്?
അവരുടെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെന്നു ഈ 2 കഥാപാത്രങ്ങൾ. അതുകൊണ്ടാണ് ഈ 8 വർഷം കഴിഞ്ഞിട്ടും ഇന്നും ജനങ്ങളുടെ മനസ്സിൽ നിന്ന് മൂസ ഇറങ്ങിപ്പോവാത്തത്. അത് ചെറിയ കുട്ടികൾ, ഇപ്പോഴത്തെ ചെറിയ പ്രായം 4 വയസ്സുള്ള കുട്ടി വരെ എന്നെ മൂസക്കായി എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ അത് ആ കുട്ടിയുടെ ഉമ്മയോ ആരെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. ഇപ്പോഴും യൂട്യൂബിൽ ആളുകൾ ഇത് കാണുകയാണ്, നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുക. ഇപ്പം മറിയമായത്തിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ ഇപ്പോൾ ഏകദേശം 16 വർഷത്തോളമായി 940ഓളം കഥാപാത്രങ്ങൾ ആരോമലായിട്ടും മൊയ്തുമായിട്ടും ഐപ്പായിട്ടും എല്ലാം തിളങ്ങിക്കൊണ്ടിരിക്കുന്നു. ഏറ്റവും കൂടുതൽ കഥാപാത്രങ്ങൾ ചെയ്യണം ഞാനാണ്. 3 കഥാപാത്രങ്ങളാണ് എനിക്കുള്ളത്. നിരന്തരമായിട്ട് ഇങ്ങനെ വരുന്നു. ഇപ്പോൾ ആക്ഷേപഹാസ്യമാണ് കൂടുതലും ചെയ്തതായിട്ട് കണ്ടിട്ടുള്ളത്. അതിൽ ഇപ്പോൾ പല കഥാപാത്രങ്ങൾക്ക് അല്ലെങ്കിൽ പലർക്കും കലാകാരന്മാർക്കും അവസരങ്ങൾ കിട്ടാത്ത പോലെ തോന്നിയിട്ടുണ്ടോ വിനോദേട്ടൻ എപ്പോഴെങ്കിലും? അല്ല, അവസരങ്ങൾ കിട്ടാത്തതായിട്ട് ഇഷ്ടംപോലെ ആളുകൾ, ഇപ്പോൾ നമ്മളെക്കാട്ടും കഴിവുള്ള ആളുകൾ പുറത്തിരിക്കുന്നുണ്ടാവും, ഉറപ്പാണ്. അതിപ്പോൾ ഞങ്ങളുടെ ഈ മേഖലയിൽ മാത്രമല്ല, ഇപ്പോൾ സംഗീതത്തിൻ്റെ മേഖലയിലും നന്നായിട്ട് പാടുന്ന ആളുകൾ പുറത്തിരിക്കുന്നുണ്ട്. അവർക്ക് നല്ലൊരു അവസരം കിട്ടുന്നില്ല. നല്ലൊരു സ്റ്റേജ് അവർക്ക് കിട്ടിയ, പ്ലാറ്റ്ഫോം കിട്ടിയാൽ അവരൊക്കെ രക്ഷപ്പെടും. പക്ഷെ ഭാഗ്യം വേണം. ശരിക്കും ഞാൻ പണ്ട് മോഹൻലാൽ ലാലേട്ടൻ ഏതൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, കലാരംഗത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ഭാഗ്യമാണ്. കഴിവ് കുറച്ച് മതി, 20% മതി, ബാക്കി 80% വേണ്ടത് ഭാഗ്യമാണ്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അവരൊക്കെ ഒരു അർഹിക്കുന്ന അംഗീകാരം കിട്ടാത്ത നടന്മാരാണെന്നുള്ളത്. അല്ല, ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ കാര്യത്തിൽ തന്നെ ഇപ്പം ഞാൻ ഒരു 56ഓളം സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. എല്ലാം കൊച്ചു കൊച്ചു വേഷങ്ങളാണ്. ഒരു സിനിമയിൽ 3, 4, 5 സീനുകൾ, അതിലപ്പുറം ഒന്നും ഞാൻ ഉണ്ടായിട്ടില്ല. ഞങ്ങളുടെ മറുമായത്തിലെ താരങ്ങളൊക്കെ നല്ല അഭിനയ സാധ്യതയുള്ള ആളുകളാണ്. പ്രത്യേകിച്ച് ഞാൻ ചെറുപ്പകാലം തൊട്ട് ഞാൻ നോട്ട് ചെയ്യുന്ന ഒരാളാണ് മണികണ്ഠൻ പട്ടാമ്പി. അദ്ദേഹമൊക്കെ അസാധ്യ നടനാണ്, ഒന്നും പറയാനുമില്ല. അതെ, എല്ലാവരും, മണികണ്ഠനായാലും പിന്നെ നിയാസ് ബക്കർ ആയാലും മണീശ്വരനൂരായാലും എല്ലാവരും താരങ്ങളാണ്. ഇപ്പം ഞങ്ങളുടെ സ്നേഹ മണ്ടോദരി, അതെ അതെ, എന്തെല്ലാം കഥാപാത്രങ്ങൾ ചെയ്തു. സ്നേഹ ഞങ്ങളുടെയൊക്കെ മകളായി, എൻ്റെ മകളായി, ഭാര്യയായി, കാമുകിയായി, എൻ്റെ ഉമ്മയായി, എൻ്റെ അമ്മയായി, അമ്മമ്മയായി ഒക്കെ അഭിനയിച്ചിട്ടുണ്ട് അവൾ. ഞങ്ങളുടെ എല്ലാവരുടെയും ഭാര്യയും ഒക്കെ അഭിനയിച്ചതാണ്. സ്നേഹയ്ക്ക് എന്താ സിനിമയിൽ അവസരം കിട്ടാത്തത്? സ്നേഹയുടെ ഓരോ പെർഫോമൻസ് കാണുമ്പോൾ ആളുകളൊക്കെ ഞങ്ങളോട് പറയുന്ന വാക്കുകൾ കേട്ടാൽ എന്തുകൊണ്ട് സ്നേഹയ്ക്ക് സിനിമയിൽ അവസരം കിട്ടുന്നില്ല? ഞാനൊക്കെ പലപ്പോഴും അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഇത്രയും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന സ്നേഹയ്ക്ക് വിരലുണ്ടാവുന്ന സിനിമകൾ ചെയ്തിട്ടുള്ളൂ. അപ്പം ഞങ്ങൾ തന്നെ, ഇപ്പം എന്നോട് തന്നെ പല സിനിമ കാണാനും പോകുമ്പം ആളുകൾ ചോദിക്കാറുണ്ട്, എന്താണ് നിങ്ങൾ ഈ സിനിമയിലൊന്നും വരാത്തത്, സജീവമാവാത്തത്, നിങ്ങളെ മറുമായത്തിൽ നിന്ന് വിടില്ലേ സിനിമയിലേക്ക് എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഞങ്ങൾക്ക് മറുമായത്തിൻ്റെ ഷൂട്ടിംഗ് ആകെ 8 ദിവസമുള്ളൂ മാസത്തിൽ. ബാക്കി 22 ദിവസവും ഞങ്ങൾ ഫ്രീയാണ്. അപ്പോൾ സിനിമാക്കാർക്ക് വേണമെങ്കിലൊക്കെ ഞങ്ങളെ വിളിക്കാം, എന്തുകൊണ്ടോ വിളിക്കുന്നില്ല. അപ്പോഴാണ് ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം, ഭാഗ്യം ഉണ്ടാവില്ല, കഴിവ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. ചിലപ്പോൾ അതായിരിക്കും. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മറുമായത്തിൽ ചർച്ച ചെയ്യുന്നൊരു കാര്യമാണ് അത്. മറുമായത്തിൻ്റെ ഷൂട്ടിംഗ് കഴിഞ്ഞ് എല്ലാവരും അവനവൻ്റെ വീട്ടിലേക്ക് പോകും. എന്നിട്ട് 4 ദിവസം എടാ എന്തെങ്കിലും ഉണ്ടോ? ഒന്നും വന്നില്ല കേട്ടോ, ഞാനിവിടെ വെറുതെ ഇരിക്കടാ എന്ന് പറയുമ്പോൾ നമുക്ക് വലിയ സങ്കടമാണ്. കാരണം ഈ 940 കഥാപാത്രങ്ങളൊക്കെ ചെയ്ത ആളുകൾ, ഞാനൊക്കെ മറുമായത്തിൽ എത്ര തവണ ഡോക്ടറായി, എത്ര തവണ SI ആയി, എത്ര തവണ MLA ആയി, എത്ര തവണ മന്ത്രിയായി, എത്ര തവണ സ്കൂൾ മാസ്റ്ററായി എന്നൊന്നും അറിയില്ല. അത്രയേറെ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളൊന്നിപ്പോൾ ഒരു ഡയറക്ടർക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഏത് ഡയറക്ടർമാരും കാണുന്ന പ്രോഗ്രാമാണ് മറുമായം. അപ്പോൾ അവർക്ക് തോന്നണം, അവരുടെ സിനിമയിലേക്ക് നമുക്ക് ഇയാളുടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സത്യനന്ദിക്കാട് സാറ് ഞങ്ങളുടെ മറുമായത്തിൽ എല്ലാ താരങ്ങൾക്കും അവസരം കൊടുത്തിട്ടുണ്ട്. പക്ഷെ സ്ഥിരമായിട്ട് അങ്ങോട്ട് പറ്റുന്നില്ല. ഒരു മെയിൻ വേഷത്തിലേക്ക്, അല്ല സിനിമയിലൊരു മുഖ്യ വേഷത്തിലേക്ക് നീക്കും. പിന്നെ ഇപ്പോഴൊക്കെ എന്താണെന്ന് വെച്ചാൽ ന്യൂജൻ സിനിമകളായി. അപ്പോൾ ഞങ്ങളൊക്കെ കുറച്ച് പഴഞ്ചന്മാരായി, ഞങ്ങളൊക്കെ ഒരു 50 പ്രായത്തിന് മേലേക്ക് എത്തി ഞങ്ങൾ. ഇനിയിപ്പോൾ ഞങ്ങളെയൊന്നും ചിലപ്പം വേണ്ടില്ലായിരിക്കും. പുതിയ താരങ്ങളുടെ ഒരു പെർഫോമൻസാണ് ഇനി കാണാൻ പോകണമെന്നൊക്കെയാണ് ചില സിനിമകൾ കാണുമ്പോൾ തോന്നുന്നത്. അമ്മയില്ലാത്ത സിനിമ, അച്ഛനില്ലാത്ത സിനിമ, അങ്ങനെയൊക്കെ ആയിട്ട് മാറും. പുതിയ തലമുറയായാലും നിരന്തരമായി കാണുന്നൊരു സംഭവമാണ് മറുമായ നിൽക്കുന്നത്. അത് സത്യമാണ്, അതൊക്കെ കറക്റ്റാണ്. കുട്ടികൾ വരെ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ ഓപ്പോസിറ്റ് ഇരുന്ന ഒരാൾ, അയാൾ 73 വയസ്സുള്ള ഒരാളാണ്. അയാൾ എന്നോട് നന്ദി പറഞ്ഞു.
എനിക്ക് നിങ്ങളെ മറിമായൻ ടീമിനോട് നന്ദിയുണ്ട്. ഞാൻ ചോദിച്ചു, എന്താണ് സാറേ? ഞാൻ ഈ അടുത്ത് ഒരു വില്ലേജ് ഓഫീസിൽ ഒരു കാര്യം ശരിയാക്കാൻ വേണ്ടി പോയി. ആദ്യത്തെ ദിവസം അവരെന്നെ മടക്കി അയച്ചു, 2 ദിവസം കഴിഞ്ഞിട്ട് വരുമെന്ന്. 2 ദിവസം കഴിഞ്ഞ് ഞാൻ ചെന്നപ്പോൾ 4 ദിവസം കഴിഞ്ഞിട്ട് വരുമെന്ന് പറഞ്ഞു. ഈ 4 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ചെല്ലുന്ന ദിവസം ഞാൻ എൻ്റെ പേരക്കുട്ടിയും കൊണ്ടാണ് പോയത്. പേരക്കുട്ടി എന്ന് പറഞ്ഞാൽ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മോളാണ്. ഈ മോളെയും കൊണ്ടാണ് ഞാൻ പോയത്. കാരണം എനിക്ക് ചെറിയ തലകറക്കം ഉണ്ടായിരുന്നു. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മോള് കൂടെ ഉണ്ടല്ലോ. അന്നും ഇവർ എന്നെ പറഞ്ഞയക്കാൻ നോക്കുകയാണ്. അല്ല, അതെന്ന് ആ സെഷൻ ക്ലാർക്ക് ലീവാട്ടോ, നിങ്ങൾ ഇന്ന് പോയിക്കോളി, നിങ്ങൾ 2 ദിവസം കഴിഞ്ഞിട്ട് വരും എന്ന് പറഞ്ഞപ്പം അയാൾ വളരെ താഴ്മയോടെ പറഞ്ഞു, സാറേ 73 വയസ്സുള്ള ഒരു വൃദ്ധനാണ് ഞാൻ ഈ ഒരു കാര്യത്തിന് ഇപ്പോൾ വരുന്നത് 3ാമത്തെ തവണയാണ്, ഇനിയും ഞാൻ നടക്കണോ എന്ന് പറഞ്ഞപ്പോൾ അയാൾ നടക്കേണ്ടി വരും, നിങ്ങളുടെ കാര്യം നടക്കണ്ടേ, ഇവിടെ സെഷൻ ക്ലർക്ക് ലീവായാലും എങ്ങനെയെങ്കിലും സാധനം കിട്ടുകയെന്നൊക്കെ ഇയാളിങ്ങനെ ചോദിക്കാൻ തുടങ്ങിയപ്പോൾ ഈ കുട്ടിക്കൊരു സ്പാർക്ക് വീണിട്ട് കുട്ടി അച്ചച്ചനോട് പറയാം, അച്ചച്ചാ ഇതാണ് മറിമായ അച്ചച്ച, ഇതാണ് നമ്മൾ കാണുന്നത്, മറിമായത്തിൽ നമ്മൾ കാണാറില്ലേ, അതുതന്നെയാണിത് എന്ന് കുട്ടി പറഞ്ഞോളൂ. ഇയാളെ കുട്ടിയെ ഒന്ന് രൂക്ഷമായിട്ട് നോക്കി. എന്നിട്ട് അപ്പോൾ ഇയാളെ കുട്ടിയെ പിടിച്ച് നടന്ന് പോകുമ്പോൾ പിയൂണ് വന്ന് വരെ വിളിക്കുകയാണ്, നിങ്ങളെ സാറ് വിളിക്കുന്നുണ്ട്. തിരിച്ചു വന്നപ്പം ഇരിക്കും, ഞാൻ വേറെ ആളെ ഏൽപ്പിച്ചിട്ടുണ്ട്, അയാളെ ശരിയാക്കി തരും. ഇത്രയേ ഉള്ളൂ കാര്യം. ആ കുട്ടിക്ക് ആ സമയത്ത് പ്രതികരിക്കാൻ തോന്നിയത് ആ കുട്ടി മറിമായം കാണുന്നതുകൊണ്ടാണ്. അതെ, ഞാനിപ്പോൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ ഞാൻ കുട്ടികളോട് പറയും, മക്കളെ നിങ്ങളൊക്കെ മറിമായം കാണണം, മറിമായം കാണുമ്പോൾ നിങ്ങൾക്ക് അറിവ് വർദ്ധിക്കും, നിങ്ങൾക്ക് പ്രതികരിക്കാനുള്ള ഒരു ശേഷി ഉണ്ടാവും, പ്രതികരണ ശേഷി ഉണ്ടാവും, ചുറ്റുപാട് എന്താ നടക്കുന്നത് നടക്കണം നിങ്ങൾക്ക് അറിയാം. ഏതൊരു മറിമായവും അവസാനം നല്ലൊരു ഗുണപാഠം കൊടുത്തുകൊണ്ട് ഓരോ മറിമായും അവസാനിക്കുന്നത്. എന്തെല്ലാം മാറ്റങ്ങൾ സമൂഹത്തിൽ കൊണ്ടുവന്നു അറിയും മറിമായപ്പോൾ. എല്ലാ ഓഫീസുകളിലും ഭയങ്കര മാറ്റങ്ങളാണ്. പലരും പറയാം, ഇപ്പം എൻ്റെയൊക്കെ ഒരുപാട് സുഹൃത്തുക്കൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഉണ്ട്. അവിടെയൊക്കെ മറിമായ ചർച്ചാ വിഷയമാണ്. ഏതെങ്കിലും ഒരു ഓഫീസിനെ കളിയാക്കുക, ആ ഓഫീസിൽ ആൾ വിളി, വിനോദേ ഇന്നലെ നിങ്ങൾ ഞങ്ങൾക്കാണല്ലോ പണി തന്നത്, ഇന്നലെ ഓഫീസിൽ മീറ്റിംഗ് കൂടി, ആ മറിമായത്തിൽ നമ്മളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടേ, ശ്രദ്ധിക്കണേ എല്ലാവരും എന്നൊക്കെ പറയും. കാരണം ഞങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്ന ആരാ? ഇപ്പോൾ ജോലിയിൽ നിന്ന് റിട്ടയർമെൻ്റ് ആയ ആളുകൾ. അവർക്ക് ധൈര്യമായിട്ട് പറയാമല്ലോ, ഞങ്ങളുടെ ഓഫീസിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്, നിങ്ങളത് കാണിക്കണം മറിമായത്തിൽ. ഞാനൊക്കെ അവിടെ സത്യസന്ധമായിട്ട് ജോലി ചെയ്ത ഒരാളാണ്, പക്ഷേ ഇപ്പോൾ ഞാൻ റിട്ടയർഡായി, ഇപ്പോൾ എനിക്ക് ധൈര്യമായിട്ട് പറയാം എന്നൊക്കെ പറഞ്ഞ ആളുകളുണ്ട്. ഇപ്പോൾ നമ്മൾ മറിമായത്തിൽ ഒരു പൊളിറ്റിക്കൽ സെറ്റയർ നമ്മൾ ചിത്രീകരിക്കുമ്പോൾ അതിനെന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടാവാറുണ്ടോ? ഇഷ്ടം പോലെ, ഒരുപാട് ഭീഷണി ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്. ഒരുപാട് കൊല്ലും, കാല് തല്ലി ഓടിക്കും, ഞങ്ങളുടെ ജില്ലയിലേക്ക് കിടക്കില്ല, തലവെട്ടും, മനോരമയ്ക്ക് തീ വെക്കും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ട്. അപ്പം എന്നെ വിളിച്ച് പറയുന്നവരോട് ഞാൻ പറയും, നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ മനോരമയെ ചെയ്യുക, അത് വലിയൊരു പ്രസ്ഥാനമാണ്. എന്നെ കൊന്നോട്ട് നിങ്ങൾക്കൊന്നും കിട്ടില്ല. മനോരമ തരുന്ന കാശിന് അവർ പറയുന്ന കഥാപാത്രത്തെ ഞാൻ അവതരിപ്പിക്കുകയാണ്, ആ ഡയലോഗ് ഞാൻ പറയുകയാണ്. അത് നിങ്ങൾക്ക് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ചോദിക്കേണ്ടത് നിങ്ങൾ മറിമായത്തോടാണ്, മനോരമയോടാണ്. കേസ് കൊടുക്കേണ്ടത് മനോരമയ്ക്കെതിരെ. കേസ് കൊടുക്കുന്നൊക്കെ പറയും ആൾക്കാർ. ഞാൻ പറഞ്ഞ കേസ് കൊടുത്തോളൂ, എൻ്റെ പേരിൽ കേസ് കൊടുത്തിട്ട് കാര്യമില്ല, മനോരമയുടെ പേരിൽ കേസ് കൊടുക്കും. പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയം പറയുമ്പോഴാണ് പല ഭാഗത്തുനിന്നും പ്രതിഷേധം ഉണ്ടാവാറ്. പക്ഷേ ഈ മന്ത്രിമാരൊക്കെ കാണുന്നുണ്ട്, എല്ലാ മന്ത്രിമാരും എം എൽ എമാരും ഞങ്ങൾ ഞാനിപ്പോൾ പല വേദികളിൽ പോകുമ്പോഴും മന്ത്രിമാരും എം എൽ എമാരും അവർ വന്ന് നമ്മളെ ചേർത്ത് പിടിക്കും. ഇതുമല്ലേ പരിപാടിയൊക്കെ കാണാറുണ്ടെന്ന് അവർ സെൽഫി എടുക്കും. അവരൊക്കെ സ്പോർട്സ് ആൻഡ് സ്പിരിറ്റിൽ എടുക്കണോ, പക്ഷേ ഈ ചില അണികൾക്കാണ് പ്രശ്നം. അവർക്ക് ഇത് കാണുമ്പോഴേക്കും അവൻ അങ്ങനെ പറഞ്ഞു, അവൻ നമ്മളെ പാർട്ടിക്കെതിരെ അങ്ങനെ പറഞ്ഞു, അവനെ വെച്ചേക്കരുത്, അപ്പം വരുന്ന കോളാണത്. 2 ദിവസം കഴിയുമ്പോൾ അതൊന്നുമില്ല, പോയി.